2013 മെയ് 5-നാണ് CPM പ്രവർത്തകനായ അശോകൻ കൊല്ലപ്പെട്ടത്. കേസിലെ പ്രധാന പ്രതി ശംഭു പലിശയ്ക്ക് പണം നൽകിയത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണം. നീണ്ട 9 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. അശോകന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മറ്റൊരാവശ്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അശോകനെ കൊണ്ടുപോയത്. തുടർന്ന് 19ഓളം പേർ ചേർന്ന് നാട്ടുകാരുടെ മുൻപിലിട്ടാണ് അശോകനെ വെട്ടിയത്. 38 വെട്ടാണ് അശോകന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ അനുജനെ കൊന്ന കാപാലികന്മാർക്ക് ഏറ്റവും ഇന്ത്യ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന പരമാവധി ശിക്ഷ അവർക്ക് കിട്ടുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 19 പ്രതികളുള്ള കേസിൽ 8ാം പ്രതി ശ്രീകാന്ത്, 9ാം പ്രതി കൊച്ചു എന്ന സുരേഷ് എന്നിവർ മാപ്പുസാക്ഷികളാവുകയും ആക്കോടൻ സജു എന്ന ആൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. RSS മണ്ഡലം കാര്യവാഹകായ രാജഗോപാൽ, മുഖ്യശിക്ഷക് ശംഭു എന്നിവരുടെ ബ്ലേഡ് മാഫിയ ഇടപാടുകളെ തുടർന്നുള്ള വിഷയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. RSS പ്രവർത്തകരായ 1 മുതൽ 12 വരെയുള്ള പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത്. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 50,000 രൂപ വീതം പിഴയും, 7, 10, 12 പ്രതികൾക്ക് ജീവപര്യന്തവും 50,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് അശോകന്റെ സഹോദരി മാതൃഭൂമി ന്യൂസിനോട്. നിരവധി പ്രതികൾ ഉൾപ്പെട്ട കേസിൽ പലരും രക്ഷപ്പെട്ടു. പ്രധാന പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ചതിന് നീതിന്യായ വ്യവസ്ഥയോട് നന്ദിയുണ്ടെന്നും സഹോദരി. സന്തോഷം എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇപ്പോൾ ആ വിധി നടപ്പിലാക്കിയത്. കോടതിയെ ഞങ്ങൾ ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങളെ സഹോദരങ്ങൾക്കും എൻ്റെ അശോകൻ്റെ 2 പെമ്മക്കൾക്കും ഭാര്യയ്ക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞാൻ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു. ആ പാർട്ടിയിലെ എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പാർട്ടിക്കാർക്കും എല്ലാവർക്കും അതൊരു സന്തോഷമായി മാറിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.